നമ്മളിൽ പലരും ഹദ്ദാദ് ചെല്ലുന്ന ആളുകളാണ്. ചെല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തുടങ്ങണം. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിറുദ് കൊണ്ടു നടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ദിക്റിന്റെ ഒരു സമാഹാരം എപ്പോഴും നല്ലതാണ്. ഹദ്ദാദ് ചെല്ലുന്നവർ ഇനി വേറെ ഒരു വിറുദില്ലെങ്കിലും വേറെ ഒരു ദിക്റും ചെല്ലാത്തവരാണെങ്കിലും അവർക്ക് ഹദ്ദാദ് മതി എന്നതാണ്. അതിനർത്ഥം വേറൊന്നും ചൊല്ലണ്ട എന്നുള്ളത് അല്ല, ഹദ്ദാദിന്റെ മഹത്വം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹിബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദ്ദാദ് റാത്തീബിന്റെ, അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മൾ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത് തന്നെ. അദ്ദേഹം ക്രോഡീകരിച്ച ദിക്റിന്റെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. അതിൽ നമുക്ക് കാണാം ഫാത്തിഹ ഓതി, പിന്നെ ആയത്തുൽ കുർസി ഓതി, അതുപോലെ തന്നെ ആമന റസൂലു. ഇതൊക്കെ ഒരുപാട് പോരിശയുള്ളതാണ്. ഫാത്തിഹയുടെ പോരിശ നമുക്കൊക്കെ അറിയുന്നതാണ്, പറയേണ്ടതില്ല. ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ എല്ലാ രാത്രിയും ഓതേണ്ടതാണ്. അതുപോലെ തന്നെ ആമന റസൂലു, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ രാത്രിയിൽ ഒരാൾ ഓതിയാൽ അയാൾക്ക് പിന്നെ അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും റളിയല്ലാഹു അൻഹു. അപ്പൊ അത്രയും മഹത്തുള്ള സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും ഈ പറയുന്ന ആമന റസൂലും ഒക്കെ ഓതി പിന്നെ വരുന്നൊരു 17 ദിക്റുണ്ട്. നമ്മൾ 3 തവണ ആവർത്തിച്ചു ചൊല്ലുന്ന ഈ 17 ദിക്റ് അത് വെറും ദിക്റല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ വന്ന, നബി തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പല സാഹചര്യങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈമാൻ സലാമത്താവാൻ, കടം വീടാൻ, അതുപോലെ തന്നെ രോഗം മാറാൻ, കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവാൻ, ശത്രുക്കളെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പല ഘട്ടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകളെ ഹദീസ് നോക്കി അതിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ആ ദിക്റുകൾ ക്രോഡീകരിച്ച് തന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ഫാത്തിഹകളൊക്കെ ഓതി നമ്മൾ ദുആ ചെയ്യും. അതാണ് ഹദ്ദാദ് എന്ന് പറയുന്നത്. അതൊരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും അയാൾക്ക് വേണ്ട. അയാളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു ഏറ്റെടുത്ത് ഭംഗിയാക്കി കൊടുക്കാൻ ഈ ഹദ്ദാദ് തന്നെ ധാരാളം അയാൾക്ക് മതി. ഈ ഹദ്ദാദിന്റെ അതിൽ പറയുന്ന 17 ദിക്റുകളുടെ ഓരോ ഹദീസും നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഹദ്ദാദ് മുടങ്ങാതെ ചൊല്ലും. കാരണം അത്രയും പവിത്രതയുണ്ട്. ദഖീറത്തുൽ മആദ് പോലത്തെ കിതാബുകളിലൊക്കെ ഇതിന്റെ മഹത്വം പറയുന്നത് കാണാം. ഓരോ ദിക്റിന്റെയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഹദീസുകൾ ഏതാണ് എന്ന് മഹാനവറുകൾ കിതാബിൽ വിശദീകരിക്കുകയും അതിന്റെ ആ ദിക്റിന്റെ മഹത്വം എന്താണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് ഈ ഹദ്ദാദ് റാത്തീബ് പതിവാക്കാത്തവരാണെങ്കിൽ ഇശായിന് ശേഷം, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ, അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഹദ്ദാദ് പതിവായി നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.